എന്താണ്? കടമ്മനിട്ട. അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ള 2 വരിയാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീണ് കിടക്കുമ്പോഴേ, ഇല വീണ് കിടക്കുമ്പോൾ ഇല മാത്രമല്ലല്ലോ ഉണ്ടാവുക, അല്ലേ? ആ ഇലയുടെ കൂടെ ഒരു തണ്ട് ഉണ്ടാവില്ലേ? അതെന്തിനാടാ? എന്തിനാ തണ്ട്? ഇല മാത്രം പോരെ, എന്തിനാ തണ്ട്? തണ്ട് എന്തിനാണെന്നറിയോ? ഈ ഇല ആകാശത്തുനിന്ന് വീണതല്ല, അതൊരു മരത്തിൽ നിന്ന് വീണതാ. ഒരു ചെടി ഉണ്ടായിരുന്നു, അതൊരു മരമായി. അതിൽ കുറേ ചില്ലകളും ശാഖകളും വന്നു. ആ ശാഖകളിൽ ഒന്നിലൊരു ഇല തളിർത്തു. ആ ഇല അതിൻ്റെ മിഷൻ പൂർത്തീകരിച്ചപ്പോൾ താഴേക്ക് വീണതാണ്, അല്ലാതെ ആകാശത്തുനിന്ന് വന്നതല്ല. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ ഉണ്ടാക്കി വെച്ച ഒരടയാളമുണ്ട്, ഒരടയാളമുണ്ട്. അതെന്താണെന്നറിയടാ? പൊക്കിള്. എന്താണ് പൊക്കിൾ? നമ്മൾ ആകാശത്തുനിന്ന് വന്നതല്ല, ഒരമ്മയുടെ അകത്തുനിന്ന് വന്നതാണ്. അതാ എറോട്ടിക് സിമ്പലൊക്കെ ആയിട്ടാണ് പൊക്കിളിനെ കാണിക്കുക. എന്താ പൊക്കിളെന്നറിയോ? അമ്മയുടെ നേരെ ചവിട്ടാൻ കാലോങ്ങുന്നവൻ്റെ വയറ്റിൽ കിടന്ന് ആ പൊക്കിളിങ്ങനെ കരയുന്നുണ്ട്. അമ്മയോട് തർക്കിക്കുന്ന മകളുടെ വയറ്റത്തിരുന്ന് ആ പൊക്കിൾ കരയുന്നുണ്ട്. അമ്മയെ കൊല്ലുന്നവൻ്റെ വയറ്റത്തിരുന്നിട്ട് ആ പൊക്കിൾ കരയുന്നുണ്ട്. നമ്മുടെ അമ്മയുടെ കൈ ഇങ്ങനെ എടുത്തു നോക്കിയാൽ കുറേ പാടുകൾ കാണാം, പൊള്ളിയ പാടുകൾ, കത്തി തട്ടിയ പാടുകളൊക്കെ ഇങ്ങനെ കാണാം. അച്ഛൻ്റെ കയ്യിൽ ചിലപ്പോൾ പാടുകളൊന്നും ഉണ്ടാവില്ല, അച്ഛൻ തന്നെയാണ് അതിൻ്റെ അടയാളം. എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാവാത്ത കുറേ പേജുകളും നമ്മൾ മറിച്ച് തന്നെ നോക്കിയിട്ടില്ലാത്ത കുറേ പേജുകളും നിറഞ്ഞ കട്ടിയുള്ളൊരു പുസ്തകത്തിൻ്റെ പേരാണ് അച്ഛൻ. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കുറേ ആൾക്കാർ നമുക്ക് തന്നതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് തന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, അത് ജീവിതത്തിൻ്റെ ഒരു ദുര്യോഗമാണ്. നമുക്ക് തിരിച്ചു കൊടുക്കുന്ന കാലമാകുമ്പോഴേക്കും അവരൊരു പക്ഷെ പോയിട്ടുണ്ടാവും. പിന്നെ ആർക്കാണ് നമ്മളിത് തിരിച്ചു കൊടുക്കുക? എടാ, നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന്മാർക്ക് തിരിച്ചു കൊടുക്കുക. ഫോണ് കണ്ടുപിടിച്ചത് ആരാ? അലക്സാണ്ടർ ഗ്രഹാംബലാണ്, അല്ലേ? അലക്സാണ്ടർ ഗ്രഹാംബൽ ഇത് കണ്ടുപിടിക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും ഫോൺ ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് ചെവി കേൾക്കില്ലായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ മനുഷ്യനിത് കണ്ടുപിടിച്ചത്? എടാ, നമുക്ക് വേണ്ടിയിട്ട്, അല്ലേ? നമുക്കൊരു തലവേദന വന്നാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് മരുന്ന് വാങ്ങി കഴിക്കും, തലവേദന മാറും. മനുഷ്യന്മാർ കണ്ടുപിടിച്ചതാ നമുക്ക് വേണ്ടിയിട്ട്. എന്നാൽ ആ മനുഷ്യന്മാർക്ക് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇത് നന്നായി താങ്ക് യു എന്ന് പറയാൻ അവരോട് കഴിയില്ലല്ലോ. പിന്നെ ആർക്കാണ് ഈ നന്ദി തിരിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളുണ്ട്. എടാ, നമ്മുടെ മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. ആ മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ വലിയൊരു മനുഷ്യനാണ്. അയാളെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അയാൾ വന്നാൽ മാത്രം സന്തോഷം ഉണ്ടാകുന്നൊരു പുരയുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ വലിയൊരു മനുഷ്യനാണ്. താങ്ക് യു.